ഗൈസ്, ഇത് മുത്തിന്റെ ഒക്കെ അമ്മ വീടിന്റെ സ്ഥലങ്ങളാണ്. റാന്നി മുത്ത്. ഇപ്പം ഞങ്ങളിപ്പോ മുത്തിന്റെ അമ്മ വീട്ടിൽ പോയിട്ട് വരികയായിരുന്നു. മുത്തിന്റെ അമ്മൂമ്മയൊക്കെ കണ്ടിട്ട് വരുന്ന വഴിയാണ്. ഇതാണ് കാട്ടൂർ. ഇവിടെ നിന്നാണ് നമ്മുടെ ആറന്മുള വള്ളസദ്യക്കുള്ള സാധനങ്ങളൊക്കെ ആദ്യം കൊണ്ടുവന്നത് തിരുവോണത്തിന്. അതില് ഞങ്ങൾ ഇതിൽ നേരെ കറങ്ങി ഇപ്പൊ കോഴഞ്ചേരിക്ക് പൊക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ വീടിന്റെ നാട്ടിലോട്ട്. വീട്ടിൽ പോയിട്ട് ഒന്ന് കുളിച്ചിട്ട് നേരെ ഞങ്ങൾ അടുത്തൊരു അമ്പലമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ നാടൊക്കെ നിങ്ങൾ കണ്ടോ? ഞങ്ങൾക്ക് എല്ലാം അങ്ങ് ഒപ്പിയെടുക്കാൻ പറ്റത്തില്ല. കാരണം കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതിന്, അല്ലേ? കാരണം വീട്ടില് ഞങ്ങള് വീട്ടുകാരെ ഒന്നും കാണിച്ചില്ല വീഡിയോക്കകത്ത്. കാരണം അവർക്കാർക്കും വീഡിയോയിൽ വരാനും താല്പര്യമില്ല. പിന്നെ ഞങ്ങൾക്ക് യൂട്യൂബ് ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് മെയിനായിട്ട് അറിയത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. എപ്പോഴെങ്കിലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ യൂട്യൂബ് ഉണ്ടെന്നുള്ള കാര്യം. ഇന്ന് ഞങ്ങൾ ഫുൾ ഷെഡ്യൂൾ ചെയ്ത് വന്നതാ. പക്ഷെ ഇടയ്ക്ക് ഞങ്ങൾ രാവിലെ ആറന്മുള അമ്പലം കണ്ടില്ലേ? അമ്പലത്തിൽ പോയല്ലോ. ഞാൻ അമ്പലത്തിൽ പോയ സമയത്ത് വണ്ടിക്കകത്ത് AC ഇട്ട് ലൈറ്റ് ഓൺ ആക്കിയിരുന്നു. ഒന്നുമില്ല, ബാറ്ററി അടിച്ചു പോയി. ഒന്നുമില്ല ഗൈസ്. ഞങ്ങളാണെങ്കിൽ മുത്താണെങ്കിൽ വണ്ടിക്കകത്ത് നിന്ന്, ഞാനാണെങ്കിൽ ഗ്ലാസ് തുറന്നിട്ടേക്കുമായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഫോണും കുത്തിക്കൊണ്ടിരുന്നു. പക്ഷെ മുത്താണെങ്കിൽ ഇവിടെ വണ്ടി ഓണാക്കി AC ഇട്ടിട്ടാ പോയത്. ഞാനത് ശ്രദ്ധിച്ചില്ല. ഓൾറെഡി ഗ്ലാസ് തുറന്നിരിക്കുമല്ലായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് അതാന്ന്. പക്ഷെ മുത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് മുത്ത് അവിടെ പോയി ചക്കുനെയും കൊണ്ട് പോയി അവിടെ വള്ള സദ്യക്കുള്ള വള്ളമൊക്കെ വരുന്ന കണ്ട് വീഡിയോയും എടുത്ത് ഫോട്ടോയും എടുത്ത് അവിടെ ഇരുന്ന് അർമാദിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്തുവാ, വണ്ടിയുടെ ബാറ്ററി അടിച്ചു പോയില്ല. ചാർജ് ഫുള്ള് തീർന്നു ബാറ്ററിയുടെ. ഇതില്ലേ അങ്ങനെ. പിന്നെ ഞങ്ങൾ എന്തെടുത്ത് ബാറ്ററി, പിന്നെ അവിടെ നിന്ന് സർവീസ് സ്റ്റേഷനിൽ വന്ന് ബാറ്ററി ഒക്കെ ഇതാക്കി. ആനനെ കണ്ടോ? ഞങ്ങളുടെ നാട്ടിലുള്ള ആനയാണ്. അയ്യപ്പം കുട്ടിച്ചണ്ട ആന. വന്നു നിന്റെ നാട്ടിൽ കിടന്നവനോടെ ചക്കു എണ്ണിച്ച് നോക്ക്, കാണാൻ പറ്റുമോ? ഇപ്പൊ വിളിക്കാടാ. ഇപ്പൊ ഒരു മിനിറ്റ്, ഇപ്പൊ വിളിക്കാമേ. അവിടെ ഇറക്കി വെക്കുമ്പോ കാണിക്കടാന്നേ. സൈഡിലോട്ട് ചേർത്ത് നിന്നിട്ട് വണ്ടി ഇറങ്ങി കാണാ. ആനയെ കാണാൻ വേണ്ടി നിർത്തിയത് ചക്കോന്. ഇപ്പൊ അമ്മയ്ക്ക് 3 ആനയെ കാണണം. ഇറങ്ങി പോകണം. ആനേനെ ഇത്ര അടുത്ത് കണ്ടിട്ടുണ്ട്. അവിടെ ആന കിടക്കുകയും കുളിക്കാൻ കണ്ടിട്ടില്ലെന്ന്. വേണ്ട അമ്മയും പോയി മോനും പോയി. നോക്കിട്ട് ഇറങ്ങണ. വേണ്ട പോന്നു ഗൈസ്. ഇറങ്ങിപ്പോയി ഗൈസ്. ആനയെ കണ്ടുവെക്കുന്നുണ്ട് 2 പേര്. രണ്ടാന ഉണ്ടായിരുന്ന. ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. ഇതിനെ എപ്പോഴാ കാണുന്നത്? ഇനി മാറിക്കമ്മോ. ചെല്ല്, അമ്മയോട് ചെല്ല്. അമ്മച്ചനോട് ചൊല്ലി. ഇപ്പൊ നല്ല ചാൻസ്. ആനയും പിന്നെ തുറക്കാൻ പറ്റത്തില്ല. കണ്ടോടാ. പഴം മേടിച്ചിട്ടോ? അപ്പൊ പഴം മേടിച്ചിട്ടുണ്ടോ? വേണോ? മേടിച്ചിട്ടുണ്ടോ? അവിടെ കടയുണ്ടോ? പഴം പഴം മേടിക്കാം. രണ്ടുപേരോടൊപ്പം നിൽക്കുന്നുണ്ടോ? എന്നെ പറഞ്ഞ് ആനയ്ക്കാണെങ്കിൽ ബിസ്ക്കറ്റ് മേടിക്കാൻ പറഞ്ഞോട്ട് ഗൈസ്. ഞാനിങ്ങനെ ആനയ്ക്ക് ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് മേടിച്ചുകൊണ്ട് കൊടുക്കട്ടെ. അല്ല, മേടിച്ചിട്ടുണ്ടെന്ന് അത് കൊണ്ട് കൊടുക്കട്ടെ. ആന ബിസ്ക്കറ്റേ തിന്നുന്നു, പഴം വേണ്ടാന്ന്. മുത്തും ചക്കു ആനയ്ക്ക് ബിസ്ക്കറ്റ് കൊടുക്കാൻ പോവുകയാണ് ഗൈസ്. ആനയ്ക്ക് ബിസ്ക്കറ്റ് കൊടുക്കാൻ വേണ്ടി മുത്തും ചക്കും പോകുന്നത്. ഇത് ഞങ്ങളുടെ നാട്ടിലുള്ളൊരു ആനയാണ്.
കണ്ടോ? ആനയ്ക്ക് അങ്ങനെ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അത് പാർവതി, ഇത് ശിവന്, ഇവന്റെ പേര്. ചക്കുവിന് പേടിയാ ബിസ്ക്കറ്റ് കൊടുക്കാൻ വേണ്ടി. ഈ ചെറുക്കിന് പേടിയാണ്. എനിക്ക് പാമ്പിനെ പേടിയില്ല. ഒരു പാമ്പ് കണ്ടാലും ഞാൻ എടുത്തിട്ട് ഒറ്റ കറക്ക് കണ്ടിട്ട് ഗൈസ്, അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആനേനെ തൊട്ട് ഗൈസ്. ആനേനെ തൊടുവാനല്ല, ആനയുടെ കീഴെ പോയി നിന്ന്. മുത്തിന്റെ ഫ്രണ്ട്സ് ആയിരുന്നു ഗൈസ് ആനക്കാരൻ. മുത്തിന്റെ ഫ്രണ്ട്സ് അല്ല, അച്ഛന്റെ കൂട്ടുകാരനാണ് ആനയുടെ ഉടമസ്ഥൻ അല്ലേ? ആ, അവർ ആനയുടെ ഉടമസ്ഥന്റെ മക്കള് മുത്തിന്റെ ഒക്കെ കൂട്ടുകാര്. അതുകൊണ്ടാണ് ഞങ്ങക്ക് ആന എടുക്കാൻ പോകാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നത്. ഇവിടെയാണ് ചെറുപ്പുഴ കൺവെൻഷൻ നടക്കുന്നത്, ഹിന്ദു മഹാസമ്മേളനം. ഹിന്ദുമത പരിഷത്ത്. പക്ഷെ ഇപ്പൊ വെള്ളം കൂടുതലായതുകൊണ്ട് ആനയുടെ ഉടമസ്ഥൻ ഗൈസ്. ഇതാണ് റോഡിലല്ല, അത് ഇതാണ് ചെറുകോൽ അതവിടെ കയറ്റി വെച്ച് ഗൈസ്. ഇതാണ് ചെറുകോൾ പള്ളിയോടം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വള്ളംകളിയൊക്കെ നടക്കത്തില്ലേ, അതിനെ വള്ളം ഇവിടുന്ന് ഇറക്കിയിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇത് ചെറുകോൾ പള്ളിയോടം, അതവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നു. അപ്പം ഇനി അടുത്ത സ്ഥലത്ത് പോകാം. ഞങ്ങളുടെ സ്ഥലത്ത് ഇതെല്ലാം ഉണ്ട് ഗൈസ്. ഞങ്ങളൊരു സംഭവമാണ്. ഈ പൊക്കൊണ്ടിരിക്കുന്ന പമ്പാ നദിയുടെ തീരത്തോടാണ്. ഞങ്ങൾ അപ്പുറത്ത് വേറൊരു വഴിയുണ്ട്, പക്ഷെ അതിലെ പോകുന്നത് എന്തോ ഞാൻ ഇതിലെ പെട്ടെന്ന് തിരിച്ചു വന്നുകൊണ്ട് ഞങ്ങൾക്ക് ആനയെ കാണാൻ പറ്റി. ശിവന്മാർ അവിടെ നിൽക്കുമെന്ന് ഞാൻ ഓർത്തില്ലായിരുന്നു. ഇവിടെ ആന നേരത്തെ ഒരെണ്ണേ ഉള്ളായിരുന്നു, ഇപ്പോഴാണ് 2 എണ്ണം വന്നത്. കൊമ്പനാന ഇല്ലായിരുന്നു നേരത്തെ, ആ പിടിയാന മാത്രമേ ഉള്ളൂ. ശിവനും പാർവതിയോ? ആ, ശിവനും പാർവതി. ഞങ്ങൾ അതിന് ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിച്ചു. ആന ബിസ്ക്കറ്റും ബോണ്ടയൊക്കെ ഞാൻ പഴം മേടിക്കാന്ന് വെച്ചാ. ഞങ്ങൾ പഴം വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു പഴം വാങ്ങിക്കണ്ട, ബിസ്ക്കറ്റോ ബോണ്ടോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ. അപ്പൊ ഞങ്ങള് പിന്നെ ബിസ്ക്കറ്റ് വാങ്ങിച്ചോണ്ട് ഞാൻ കടയിൽ ചെന്നപ്പോഴേ പുള്ളിനോട് ആനയ്ക്ക് കൊടുക്കാനല്ലേ ബിസ്ക്കറ്റ്. ഞാൻ പറഞ്ഞു അതെ, എന്നാ പിന്നെ അവർക്ക് ഇഷ്ടം പാർലേജ് ചെയ്തു. അപ്പൊ ഞാൻ അവിടെ ആപ്പടെ 4 പാക്കറ്റ് പാർലേജ് ഉണ്ട്, പിന്നെ ഞാൻ 4 മേടിച്ചു. ഇനി നമ്മൾ ഈ ചെന്ന് ആനയുടെ വായിക്കകത്ത് കൈയിട്ട് ആനയുടെ വായിക്കത്ത് കൈയിട്ട് കഴിച്ചു. ഒരുമാതിരി വിടുവിടാതിരുന്നു. എന്നിട്ട് ചക്ക കഴിച്ച് ആ കൈ വെച്ചിട്ട് എന്നെ പിടിക്കുന്നത്. എന്നെ ആ മൊത്തം ചക്കൂന് പേടി. അങ്ങ് ചക്കൂന് പാമ്പിനെ കൈ വെച്ചെടുത്തു. അവൻ ആനയുടെ പാപ്പ പേടിപ്പിക്കാൻ വേണ്ടി ആന ഒരു പാമ്പിന്റെ പ്ലാസ്റ്റിക്കിന്റെ പാമ്പിനെ കൊണ്ട് കൈ കൊടുത്ത് അവൻ അത് വെച്ച് കളിച്ചോണ്ടിരിക്കുന്നു. എന്നിട്ട് പുള്ളി നീ ഇതിനെ കണ്ടിട്ടില്ലല്ലേ ജീവനോട്? ആ ചുമ്മാ അല്ല, എനിക്ക് പേടിയില്ലാത്ത. ആനേനെയൊക്കെ തൊടാൻ പറ്റുന്ന വല്ലപ്പോഴും ഇല്ലേ പറ്റത്തുള്ളൂ. മുതലാക്കണ്ടേ? നിനക്ക് തൊട്ടുകൂടാ. അപ്പൊ ഇനി നമ്മൾ അടുത്ത സ്ഥലത്ത് നമുക്കൊരു ചായ കുടിച്ചിട്ട് പോയിടുന്നെങ്കിലും. ചേട്ടാ ഒരു വണ്ടി പോലെ തിരുവാഭരണം വരുന്നേ. ഇതാണ് ഞങ്ങളുടെ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ്. പിന്നെ ഇതാണ് മുത്തൂറ്റുകാരുടെ വീട്. ഇതാണ് ഗൈസ് മുത്തൂറ്റുകാരുടെ വീട്. ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ എത്ര പ്രശസ്തരായ ആൾക്കാർ. മുത്തൂറ്റ് ബാങ്ക്, മുത്തൂറ്റ് ബാങ്ക്, മുത്തൂറ്റ് ഹോസ്പിറ്റല് എല്ലാം എല്ലാം ഉണ്ടല്ലോ. അവരുടെ വീടാണ് ഇപ്പൊ നമ്മളെ കാണേണ്ടത്. ഇനി ഇപ്പൊ വരുന്നത് ഇപ്പൊ ഞാൻ കാണിക്കാം. നമ്മുടെ കോഴഞ്ചേരിക്കാരൻ യൂട്യൂബർ ഉണ്ട്, പ്രശസ്തമായ VIP, അയാളുടെ വീടാണ് ഇപ്പൊ ഞങ്ങൾ കാണിക്കാം. ഇതിപ്പോ നമ്മൾ ചെന്ന് കയറുന്ന നമ്മുടെ കോഴഞ്ചേരിയിലെ ഏക ഒരു സ്ഥലത്താണ് നമ്മുടെ ഇത് താത്ത് വെക്കുന്നത്. എന്താണ്? തിരുവാഭരണം വരുന്ന അമ്പലമാണ്. അതെ, ഞങ്ങളുടെ ഇവിടെ തയ്യപ്പന്റെ അമ്പലം. നാളെ ഞങ്ങൾ ചിലപ്പോ ഇവിടെ വരാം. ഇവിടെ റോഡ് പണിയാന്ന് തോന്നുന്നു. ഫുൾ നല്ല റോഡായിരുന്നു. വെള്ളം കയറുമായിരിക്കും ഇവിടെ. ചെറുതായിട്ട് നമ്മളൊരു ചായ കുടിച്ചില്ല. ഞങ്ങൾ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് ഗൈസ്. ഞങ്ങളുടെ വല്യമ്മേനെ കാണാൻ പോയതാണ്. വല്യമ്മേനെ കണ്ടിട്ട് അതില് ഞാൻ ഫേഷ്യൽ ചെയ്തില്ല, ഇവിടെ മുത്താണ് ഫേഷ്യൽ ചെയ്തത്. പക്ഷെ ഇപ്പൊ ഫേഷ്യൽ ചെയ്ത മുത്ത് ഇപ്പൊ കരിമന്തി കൂട്ടായി ഗൈസ്. നമ്മുടെ അമ്മൂസിന്റെ പള്ളിയാണ് ഗൈസ്. അത് ഞാൻ പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. നിന്നോട് പറഞ്ഞോ മുത്ത്? എന്നെ അറിയാവുന്നവരും എല്ലാം ഇവിടെ എന്ത് അമ്പലം? ഇതാണ് ഞങ്ങളുടെ പാമ്പാടി അമ്പലം. ഇതാണ് ഗൈസ് പാമ്പാടിമൺ അമ്പലം. ഇവിടാണ് തിരുവാഭരണം വരുന്നത്. ഇതാണ് നട തുറന്നിട്ടേക്കുന്നത്. വീഡിയോയിൽ കാണിക്കാൻ പറ്റുമോ? ഇതാണ് തിരുവാഭരണം വരുന്ന അമ്പലം. അതിന്റെ ഓപ്പോസിറ്റ് കാണുന്ന ഇവിടെ പള്ളിയുണ്ട്. ഇതാണ് എന്റെ പള്ളി.
ഞങ്ങളുടെ ഇടവക പള്ളിയാണ് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ രണ്ടുപേരും കണ്ടു രണ്ടാ ചേട്ടന്മാര് നോക്കാം ചേട്ടന്മാര് വിചാരിക്കും ചേട്ടന്മാരെ വീഡിയോ എടുക്കാന്ന്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനും അമ്മൂസും പള്ളിയിൽ അമൃതം വന്ന് കണ്ടുമുട്ടിയതാണ്. അല്ല, ഞങ്ങള് സ്കൂളിൽ ഇതാണ് കണ്ടോ പള്ളിയുടെ കുരിശ്. അത് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ പള്ളി, എന്റെ പള്ളി. ഇതെല്ലാം വെറും കോയിൻസിഡൻസ്. ഇവിടെ തേണ്ട പാർക്കിംഗ് ഇല്ല. പിന്നെ സുജിത് ഭക്തന്റെ വീട് ഏതാടാ? ഇതാണ് മുത്തൂറ്റ് ഹോസ്പിറ്റൽ. ഇതാണ് ഗൈസ് മുത്തൂറ്റ് ഹോസ്പിറ്റല്, ഞങ്ങളുടെ ഇവിടത്തെ വലിയ ഹോസ്പിറ്റല്. സുജിത് ഭക്തന്റെ വീട് ഇവിടെ ഗൈസ്. യൂട്യൂബർ സുജിത് ഭക്തൻ ഇല്ലേ, അവരുടെ വീട് ഇവിടാണ്. അത് കാണാൻ പറ്റില്ല റോഡിൽ നിന്ന്. പക്ഷെ ഇപ്പൊ അവര് തിരുവനന്തപുരം അല്ല എറണാകുളത്തല്ലേ. ഇതാണ് സുജിത് ഭക്തന്റെ വീട്. ഈ നേരെ സുജിത് ഭക്തന്റെ വീട് ഇത്. പക്ഷെ അവരിപ്പോ ഇതിന്റെ അകത്തില്ലല്ലോ, അവരിപ്പോ എറണാകുളത്ത് കണ്ടല്ലേ താമസിക്കുന്നത്, ഫ്ലാറ്റില്. അപ്പൊ ഇനി ഇത് ഞങ്ങളുടെ കോഴഞ്ചേരി സ്ഥലമാണ് ഗൈസ്. ഞങ്ങള് ലൈൻ അടിച്ച സ്ഥലം കണ്ടോ ഗൈസ്? അയ്യോ എന്റെ വീട്ടില് ഗൈസ് ഞങ്ങള് കണ്ടുമുട്ടിയത് തന്നെ ഈ ബിൽഡിങ്ങിൽ നിന്നാണ്. ഞങ്ങൾ ഇവിടെ ട്യൂഷൻ പഠിച്ചോണ്ടിരുന്ന ഒരുമിച്ചായിരുന്നു ഗൈസ്. വിദ്യാ കോളേജ്. അതിന്റെ ഏറ്റവും മേളത്തെ നിലയിലായിരുന്നു ഞങ്ങൾ കണ്ടുമുട്ടിയത്. പിന്നെ ഇതിലാണ് ഞങ്ങൾ വായി നോക്കി അങ്ങോട്ട്. അമ്മൂസ് നേരെ പണ്ടന്ന് നമ്മളെ നോക്കത്തൊന്നുമില്ലായിരുന്നു, ഭയങ്കര ചാടയായിരുന്നു. ഒരു സൈഡ് ചേർന്ന് പിടിച്ച് അങ്ങ് പോകും. ഈ സൈഡിൽ കൂടെ, ഈ സൈഡിൽ കുഴി ഉണ്ടെന്ന് പോലും അവർക്ക് അറിയത്തില്ലായിരിക്കും. പോന്ന കണ്ടു കഴിഞ്ഞാൽ എന്നിട്ട് പരേഡിനൊക്കെ പോകുന്നതിന്റെ കൂട്ട് അങ്ങ് പോകും. ഇവിടെ ഇപ്പൊ പുതിയ കടകളൊക്കെ വന്ന് ഗൈസ്. മുളമൂട്ടി ഫാർമസി ഒക്കെ വന്ന് ഇവിടെ. ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ഗൈസ്. ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട്. സിഗ്നൽ ആണോ ഇത്? സിഗ്നൽ ആണോ ഇവിടെ? സിഗ്നൽ ഒക്കെ വെച്ചോ? കൊച്ചാട്ടൻ എന്താ നിർത്തിയെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ നിർത്തിയിട്ട് പോകാം. സിഗ്നലാ. ഇത് എന്റെ പള്ളിയുടെ കുരിശുമൂടാണ് ഗൈസ്. എന്റെ കാത്തിരിക്കാൻ ഞങ്ങളുടെ പള്ളിയിൽ ഒരു ചേട്ടനായിരുന്നു നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെ പള്ളിയുടെ കുരിശുമൂട്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ടി ബി ജംഗ്ഷൻ. ഇതല്ല മുത്തിന് ഇപ്പൊ കോഴഞ്ചേരിക്കാരനാണേലും മുത്തിന് ഇതൊന്നും അറിയില്ല ഗൈസ്. ടി ബി ജംഗ്ഷൻ ഇതല്ല. ഇവിടെ ചെല്ലണ ടി ബി ജംഗ്ഷൻ ആണ്. നമ്മള് ചായ കുടിച്ചില്ല മുത്തൂസേ. അവിടെ കേരള അവിടെ ഭയങ്കര തിരക്ക്. മുത്തു നീ കോഴഞ്ചേരിയാന്ന് പറഞ്ഞ് നീ ഇതൊന്നും നേരെ നോക്കി വണ്ടി ഓടിക്കും മുത്തു. ഞാൻ മോഡിഫൈ ചെയ്ത് കാർ ഇട്ടേക്കുന്നു. ഇവിടെ മോഡിഫൈ ചെയ്യാൻ ഇവിടൊക്കെ എന്താണ്ട് സുസുക്കിയുടെ ഷോറൂം ഒക്കെ വന്ന് ഗൈസ്. ഞങ്ങൾ പോയതോടുകൂടി ഇവിടെ എല്ലാം ഹൈടെക് ആയി. ഇവിടെ സ്മാർട്ട് ബസാർ ഇതൊന്നും പണ്ടില്ലായിരുന്നു. ഇവിടെ എന്താണ് മടക്കടയായിരുന്നു. ഇത് ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ഓഫീസ് ഗൈസ്. ഇവിടാണ് ഞങ്ങള് കറണ്ട് ബില്ലൊക്കെ അടയ്ക്കാൻ പണ്ട് വന്നുകൊണ്ടിരുന്നത്. ഓ എന്റെ ദൈവമേ, ഇവിടൊക്കെ അങ്ങ് പുരോഗമനമായി ഗൈസ്. ഞങ്ങൾ ഉണ്ടായിരുന്നപ്പോ ഇവിടെ സ്റ്റേഡിയം. ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റേഡിയം ഇതാ. ഇവിടെയാണ് പുഷ്പമേള, ഡ്രൈവിംഗ് പഠിക്കുന്നത്. ഇവിടെ ഓരോ മേളകളൊക്കെ വരുന്ന ഇവിടെയാണ്. തട്ടുകടയൊക്കെ ഇതുകൊണ്ട് അപ്പുറത്തുണ്ട് ചായക്കട. പക്ഷെ ഒന്നുമല്ല ചായക്കട. എന്ത് മൂത്രക്കടയല്ല. ഇതാ സ്റ്റേഡിയം. പക്ഷെ സ്റ്റേഡിയം കാണാൻ പറ്റുന്നില്ല അവിടെ ആയതുകൊണ്ട്. അയ്യോ സ്റ്റേഡിയത്തിൽ എന്താണ്ട് ചന്ത കൂട്ട് എന്തുകൂടെ അതൊക്കെ. മുത്ത് എനിക്ക് ചായ വാങ്ങിച്ചു തന്നില്ല. ഇനി എപ്പ ചായ കുടിക്കാനാ? അയ്യോ അമ്മേ, എന്റെ കൈ കഴിക്കുന്നു. ഞാൻ നിർത്താൻ പോവാണ് വീഡിയോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാ, ഞങ്ങളുടെ മുഖം കാണിക്കാതെ ഞാൻ ഇത് കാണിച്ചോണ്ടിരിക്കുന്നേ. ഇത് ഞങ്ങളുടെ വീട്. എപ്പോഴും ഞങ്ങളെ കാണുന്നതല്ലേ. ഇതൊക്കെ ഇനി ഞങ്ങൾക്ക് ഇനി അടുത്ത വർഷമേ ഞങ്ങൾ കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്റെ വീട്ടിലെ പോയാലോ ഗൈസ്? ഇതിനി എന്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഗൈസ്. ഇത് എന്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഗൈസ്. പക്ഷെ ഞാൻ വീട് ഒന്നും കാണിക്കത്തില്ല. തെണ്ടി നടന്ന സ്ഥലമാണ് ഗൈസ് ഇത്. ഇതിലെ പോയി അങ്ങ് ഇറങ്ങിയാലോ? അതിലെ വണ്ടി കയറി പോകും. അതിലെ ഓട്ടോ കയറി അന്നേരത്തെ ഞങ്ങൾ കയറി പോയത്. അതിലെ ഓട്ടോ ഒക്കെ കയറി പോകുന്നത്. ഇത് ഞങ്ങളുടെ കയറ്റമായിരുന്നു. ഇതൊക്കെ ആയപ്പോ അങ്ങ് ഫുള്ള് ഈ സ്ഥലം എല്ലാം മാറി ഗൈസ്. വീടുകളെല്ലാം വലിയ യോധയുണ്ട്. ഇയാള് വരുന്നു പെട്ടെന്ന് അങ്ങ് പൊക്കും. ഇയാള് എനിക്കറിയാവുന്നേ. അടുത്ത എനിക്കറിയാം. ഒരു ചായ പോലും ഈ മുത്ത് വാങ്ങിച്ചു തന്നില്ല. അവിടെ ആനയുടെ പുറകെ നിന്ന് കൈസ് വർത്താനം പറഞ്ഞു. ദുഷ്ടൻ. ഞങ്ങളുടെ വീടിന്റെ അവിടെ നിലമ്പൂരോട്ട് വരുന്ന വഴിയിൽ ഒരു ചായക്കട ഉണ്ട് കൈസ്. തട്ടുകട ബജ്ജി കിട്ടുന്ന അവിടെ നമുക്ക് ബജ്ജി കഴിക്കുവാണ്. ഞാൻ ഉള്ളിവിടെ മേടിച്ച് ചക്കപ്പൊരി പോണ്ട പരിപ്പോട നിങ്ങളുടെ ഫ്രണ്ട് പിച്ചോ നാളെ